രാജേട്ട. എന്താ ശാന്തേ? രാജേട്ടൻ്റെ അസുഖം കാരണം ജോലിക്ക് പോകാൻ പറ്റാതെയുമായി. നമുക്ക് വീട് വാടക കൊടുക്കണോ, കറണ്ട് ബില്ല് കെട്ടണോ, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ വേണം. അത് വേറെ നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുകയാണ്. ഇതെല്ലാം നമ്മൾ എന്താണ് ചെയ്യുക രാജേട്ട? എല്ലാം ദൈവത്തിൻ്റെ അടുത്ത് കിടക്കുന്നു ശാന്തേ. എന്നാൽ ഞാൻ കുറച്ച് അരിയുണ്ട്, കഞ്ഞി വെച്ച ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം. ഓ ശരി എന്നാ. അയ്യോ, നെഞ്ചിന്റെ ഭാഗത്ത് ഒരു വേദന പോലെ. അയ്യോ ശാന്തേ, ഓടി വരണേ. അയ്യോ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത് രാജേട്ട? എൻ്റെ ദൈവമേ, എന്നെ കാക്കണേ. അയ്യോ, എൻ്റെ രാജേട്ടൻ പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ? ദൈവമേ, ഞാനും ഈ കുഞ്ഞും മാത്രം ഇപ്പോൾ തനിച്ചായി. ഇനി ഞാൻ എങ്ങനെ ഇതിനെ വളർത്തും? കുറച്ചു ദിവസത്തേക്ക് ബംഗ്ലാവിലെ കൊച്ചമ്മയെ ഏൽപ്പിക്കാം കുഞ്ഞിനെ. അവർക്ക് മക്കളില്ലാത്തതല്ലേ. കൊച്ചമ്മേ, ഞാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. എനിക്ക് കുഞ്ഞിനെ വളർത്താൻ കുറച്ച് കഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കൊച്ചമ്മ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണം. അതിനെന്താ ശാന്തേ, ഞാൻ കുഞ്ഞിനെ വളർത്തിക്കോളാം. നീ എപ്പോൾ വന്ന് ചോദിച്ചാലും ഞാൻ കുഞ്ഞിനെ തിരിച്ചു തരാം. ശരി ചേച്ചി, എന്നാൽ ഞാൻ പോയിട്ട് വരാം ചേച്ചി. ശരി ശാന്തേ. ശരി ശാന്തേ. ആരാണ് വരുന്നത്? ശാന്തയോ? ആ ചേച്ചി, വാ വാ. എന്താണാവോ വന്ന കാര്യം? അത് ചേച്ചി, ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിയിട്ട് പോകാൻ വന്നതാണ്. കുഞ്ഞോ? എന്ത് കുഞ്ഞ്? എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത്? 3 വർഷം മുമ്പ് ഞാൻ എൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലല്ലേ തന്നിട്ട് പോയത്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. തൽക്കാലം നീ ഇവിടെ നിന്നും പോകാൻ നോക്ക്. അമ്മേ, എൻ്റെ കുഞ്ഞ്. ഞാൻ വേണ്ടപ്പെട്ടവരോടെല്ലാം സംസാരിച്ചിട്ട് വീണ്ടും വരാം ചേച്ചി. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം. ആ ചേച്ചി, നിങ്ങളുടെ മേലെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നാളെ ഒരു സ്ഥലത്ത് ഹാജരാകണം. എന്താണ് എൻ്റെ മേലെ കംപ്ലൈൻ്റ് ഉള്ളത്? ശാന്ത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വളരെ കഷ്ടത്തിലായിരുന്നപ്പോൾ അവരുടെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തില്ല. അത് ശാന്തയുടെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞാണത്. ശാന്ത പറയുന്നത് അത് എൻ്റെ കുഞ്ഞാണെന്നാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുമാണെന്നാണ്. എന്നാൽ ആരുടെ കുഞ്ഞാണെന്ന് നമ്മൾക്ക് അവിടെ തീരുമാനിക്കാം. നിങ്ങൾ തീർച്ചയായും വരണം. എന്നാൽ ഞാൻ വരാം. എന്നാൽ നമ്മൾക്ക് ആരംഭിക്കാം സാർ. സത്യത്തിൽ ആരുടെയാണ് കുഞ്ഞ്? എൻ്റെ കുഞ്ഞാണ് സാർ. ഇല്ല, എൻ്റെയാണ് കുഞ്ഞ്. അതെങ്ങനെയാ 2 പേർക്ക് ഒരു കുഞ്ഞുണ്ടാവുക? 2 ആളും സത്യം പറയണം. എന്നാൽ മാത്രമേ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. വീണ്ടും ചോദിക്കുകയാണ്, ആരുടെയാണ് കുഞ്ഞ്? എൻ്റെയാണ് കുഞ്ഞ്. ഇല്ല, എൻ്റെയാണ് കുഞ്ഞ്. എന്നാൽ ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. എൻ്റെ തീരുമാനം ഇതാണ്. കുഞ്ഞിനെ 2 കഷ്ണമാക്കും. എന്നിട്ട് 2 പേർക്കും ഓരോ കഷ്ണങ്ങൾ തരും. എന്താ, സമ്മതമാണോ? ആയിക്കോട്ടെ സാർ, എന്നാലും കുഴപ്പമില്ല. എനിക്കൊരു കഷ്ണമെങ്കിലും കിട്ടുമല്ലോ. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയൂ. വേണ്ട സാർ, ഒരിക്കലും വേണ്ട. ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ ഒരിക്കലും മുറിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. കുഞ്ഞ് എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവർക്ക് കൊടുത്തോളൂ. എന്നാലും എൻ്റെ കുഞ്ഞിനെ മുറിച്ച് കൊല്ലരുത് സാർ. കുഞ്ഞ് അവരെ എടുത്തോട്ടെ സാർ. സത്യത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞ് ആരുടേതാണെന്ന്. എന്നാൽ കുഞ്ഞിനെ ശാന്തയ്ക്ക് കൊടുക്കൂ. മറ്റേ സ്ത്രീയെ ഇവിടെ നിന്നും പോകാൻ പറയൂ. ശരി സാർ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. കുട്ടി ശാന്തയുടേത് സ്വന്തമാണെന്നും മറ്റേ സ്ത്രീ വളർത്താൻ വാങ്ങി ശാന്തയെ ഏമാത്തിയതാണെന്നും ഇവിടെ തെളിയിച്ചതിനു ശേഷം ശാന്തയ്ക്ക് കുട്ടിയെ നൽകാൻ തീരുമാനം ആയിരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.